ആരുടെ ചേച്ചി കത്ത്? പണിക്കർ സാറിന്റെ. ഇത് മാരാത്ത പിള്ളേരുടെ കയ്യിലെങ്ങാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ. ചേച്ചിയുടെ തീരുമാനം? ഇല്ല മോളെ, ഇനി എനിക്ക് ചിലങ്ക കെട്ടാനാവില്ല. നീ ചെല്ല്. ലീല എവിടെ? ഉറങ്ങ. വിളിക്കണ്ട, നീ പോയി ചോറെടുത്ത് വെക്ക്. എടി, നിനക്ക് ഇത്ര ധൈര്യമല്ലേടി? ഇതിലപ്പുറം ധൈര്യം എന്തേലുണ്ട്? പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞേക്കൂ. നീ പ്രസംഗിക്കൊന്നും വേണ്ട. ദേഹത്തൊന്ന് മുട്ടി ഒരുമി കൊഞ്ചിപ്പുഴയും വന്നാലേ ഞാനൊരു പുരുഷനാ. പുരുഷനോ? തനിക്ക് ആ വാക്ക് പറയാൻ അർഹതയുണ്ടോ? ഇറങ്ങിക്കോടാ എന്റെ വീട്ടിൽ നിന്ന്. അറുവാണിച്ചോളെ കയറ്റി കടത്തിട്ട് ഒടുക്കാൻ എന്റെ കുട്ടികൾക്ക് അച്ഛനില്ലാണ്ടാവും. ആട്ടക്കാരിയല്ലേ? പുരുഷന് മയക്കം വിദ്യകൾ എന്തെല്ലാം കാണും. മതി. ഇനി എന്റെ കുട്ടികളെ ദുഷിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കൊത്തി അറിഞ്ഞില്ല ഞാൻ. ഭാനു, കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. ഇല്ല അച്ഛാ, എനിക്ക് കഴിയില്ല. ഭാനു, വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണ വരെ ഇതേ അച്ഛൻ നോക്കിയിട്ടൊരു നിവൃത്തിയുള്ളൂ. അയാൾ എന്റെ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം. പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്തി കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല, അതെനിക്ക് ഉറപ്പാ. ഇപ്പോ അച്ഛന് ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ. വാ മോളെ. അച്ഛനാ പറയുന്നേ, കൂടെ വരാൻ. ആഹാ, വരിക വരിക. ദാ ഇതിലെ പത്തായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറവ് തോന്നിയ എന്നെ വിളിക്കാൻ മറക്കരുത്. വരിക കുട്ടികളെ. എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത്? ചായയോ സംഭാരോ? ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. നല്ല കഥയായി. നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ. പിന്നെ ഞാനെന്തിനാ? ഒരു ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ. തറവാട്ട് മഹിമയും പാരമ്പര്യവും എനിക്ക് വലിയ കാര്യമല്ല. എന്റെ മകളെ പട്ടിണിക്കിടാതെ നോക്കുന്ന ഒരുത്തരാവണം, അത്രേ ഉള്ളൂ. എന്താ പക്ഷേ ഇപ്പൊ പൊറുതി മംഗലശ്ശേരിയിലാണെന്ന് കേട്ടു. നീലാണ്ടൻ ഇപ്പൊ എന്നെ വെച്ചോണ്ടിരിക്കുന്ന മൂത്തേനാണോ? ഇളയതിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം. മുണ്ടക്കൽ ശേഖരന് താല്പര്യമുണ്ട്. ശേഖരന്റെ ഉള്ളത് ഇന്ത്യൻ ഉറുപ്പി തന്നെയാ. ഇതാ നാട്ടിലെ വർത്തമാനം എന്ന് വെച്ചാ ആ കുട്ടിക്ക് ഒരു ആലോചന കൊണ്ടുവരാൻ എങ്ങനെയാ പക്ഷെ എനിക്ക് കഴിയാ? മനസ്സില്ലെങ്കിൽ
പബ്ലിക് റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ധിക്കാരം പറയുന്നു. പറയും, അതാ ശീലം. താനായിട്ട് വിചാരിച്ചാൽ മാറ്റാനാവില്ല. പോ. താനെന്താ ഭീഷണിപ്പെടുത്തുക? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. മടിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. വാടാ. ശേഖരന്റെ എച്ചിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ. മുമ്പ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. ഇനിയും വേഷം കിട്ടെടുത്താ അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും. അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ. അനുഭവിക്കുക തന്നെ ദൈവനിശ്ചയായിരിക്കും. മാഷ് വിഷമിക്കരുത്. ഇനി ഒരുത്തനും ഏഴിലക്കരയിൽ വാ തുറക്കില്ല. 1000 കുടത്തിന്റെ വായടയ്ക്കാം, എന്നാൽ ഒരാളുടെ അടയ്ക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം. അതെനിക്ക് വിട്ടേക്കൂ. മാഷ് അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട. പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട. അപ്പോ അവര് ജയിച്ചു എന്നാവും. ഞാൻ കാരണം നിങ്ങളാരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല. എഴുത്തച്ഛനെ അമ്മ അയച്ചതാ. കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അയച്ചിരിക്കുന്നത്. കാണണമെന്ന് കലശലായ മോഹമുണ്ട്, അതുകൊണ്ടാ. പൊയ്ക്കോളൂ. വരില്ല എന്നറിഞ്ഞാ മനോവിഷമം ഉണ്ടാവും. മനോവിഷമം ഉണ്ടാവണ്ട, വരണുണ്ട്. നടന്നോളൂ, ഞാൻ പുറകെ എത്തി. എന്റെ ശിവനെ, ഇതെന്ത് പറ്റി? ഒന്ന് കാണാന്ന് കരുതാൻ. കാണാൻ മാത്രല്ലടോ, കൂട്ടിക്കൊണ്ടുവരാൻ കൂടാ പോണ. എന്താ ഞാൻ ഈ കേക്കണേ? അമ്മ വേണം. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരെ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ. പിന്നെ കൂടെ പൊറുക്കാൻ കരളുറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ 4 ആൾ അറിയെ വിളിച്ചുകൊണ്ട് വരണം. ഈ പെണ്ണുപിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണമല്ലോ. എനിക്കിനി മരിച്ചാ മതി. അരുതാത്തത് പറയാടോ. മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഒരു സുഖമുള്ളൂ. ആ നിഷേധിനെ പടി കയറ്റരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? അവളുടെ ഒരു ആഗ്രഹമാണ്, അതിനെതിരെ നിൽക്കാൻ തോന്നില്ല. മോനെ അവളൊന്ന് എങ്ങനെ പറഞ്ഞു ഓപ്പോന്റെ വയറ്റിലെ അസുരൻ? അപ്പുറത്തെ ഇരിക്കെ. ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത്? എന്താ അമ്മ ഇങ്ങനെ? അല്ല, ഒരുപാട് തിരക്കുള്ള ആളല്ലേ. സോമനസാലെ നീ വരില്ലെന്നറിയായിരുന്നു. അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തു കിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതാ ഞാൻ ആളെ വിട്ടത്. മരുന്നൊക്കെ? മരുന്നിനും മന്ത്രത്തിനും ഒക്കെ അമരത്വം തരാൻ കഴിയൂ. ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും. ജീവിക്കണമെന്ന് മോഹമില്ലാത്തോണ്ട് ഞാനതൊക്കെ നിർത്തി. ഗുണദോഷിക്കല്ല, അതുകൊണ്ട് കാര്യമില്ലെന്നറിയാം. ഒരപേക്ഷയുണ്ട്, അത് കേൾക്കണം. നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും കൊണ്ട് കളങ്കപ്പെടുന്നൊരു പേരുണ്ട്. മംഗലശ്ശേരി മാധവമേനോൻ എന്നൊരു മനുഷ്യന്റെ. ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത, ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല. മനഃപൂർവ്വം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല.
മനഃപൂർവമോ അല്ലയോ, ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത്. എനിക്ക് എന്താ ചെയ്യാൻ കഴിയ? നിനക്ക് കഴിയണം സ്വയം മാറാൻ. അതല്ലെങ്കിൽ നീ സത്യം അറിയണം. അതിനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. സത്യം? അതെ, സത്യം. നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം. എന്താണ് അമ്മ പറയുന്നത്? അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ. നിന്റെ അച്ഛനല്ല അദ്ദേഹം. ഒച്ച വയ്ക്കണ്ട, ശാന്തനായി കേട്ടോളൂ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് 2 മാസത്തെ വളർച്ചയുണ്ടായിരുന്നു. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ്, അതാഗ്രഹിച്ചു തന്നെയാണ്. പക്ഷേ എല്ലാം ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു. നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി. എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൂടെ കഴിഞ്ഞ 26 വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു. നീലകണ്ഠ, ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട് അനുഭവിക്കരുത്, അതിൽ അഹങ്കരിക്കരുത്. നിന്റെ പാരമ്പര്യം പിഴച്ചുപെട്ടൊരു അമ്മയുടേതാണ് മോനെ. മോനെ നീല, മോനെ, മോൻ. ഞാനൊരു പിഴപ്പ് പറ്റവനാണല്ലേ? തന്തയില്ലാത്തവൻ. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ? നദിയിൽ ഒഴുക്കുകയോ തീവണ്ടിപ്പാളത്തിൽ ഉപേക്ഷിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? മഹാമനസ്കത, മനുഷ്യത്വം. ഭിക്ഷ കിട്ടിയതാണെന്നറിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിഡ്ഢിയായി. ദാനം കൊടുത്ത് മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ ദയായിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ്. മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം. ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ എടുത്തു പറഞ്ഞൊരു പേര്, എന്റെ അച്ഛന്റെ പേര്, എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ്. ആദ്യമായി ഞാൻ വെറുക്കുകയാണ്. എനിക്ക് 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 വെറുപ്പാണ്. ഇതെന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല. എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യ്. വരേ. ആരാത്? ഓഹോ, അതാ അപ്പൊ നന്നായത്. എന്ത് പറ്റി നീല? താൻ ചോദിച്ചതിന് ഉത്തരം പറയും. ആരാത്? ഇതെന്താ എന്റെ നീല? അച്ഛന്റെ പടം നോക്കിയിട്ട് ആരാണ് ചോദിച്ച? അച്ഛൻ. അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ അവരാണ് മക്കൾക്ക് അച്ഛൻ. അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം. എനിക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. എന്താ നീല അത്? എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ? അതെ വളരെ, ഞാൻ പിഴച്ചു പറ്റാനാ. പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ? പോവാ, പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് ബാക്കി കൂടി കേൾക്കണം. അമ്മയുടെ വായിൽ നിന്നറിയണം ആരാണ്. ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം. അല്ല, മരിച്ചു പോയെങ്കിൽ തർപ്പണം നടത്തണം.
ഒന്നും മുഴുമിപ്പിക്കാതെ പോയി അല്ലേ വരുതേ? വെളുപ്പിന് ഒരു 4 മണിയോട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത്. കടിച്ചമർത്തി കിടന്നു എന്നാ തോന്നുന്നത്. കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിക തൊട്ടിട്ടില്ല. മരിക്കാൻ തീരുമാനിച്ചതുപോലെ. അല്ല, നീലകണ്ഠൻ ഇങ്ങനെ നിന്നാലോ? പോയി കുളിച്ചിട്ട് വരിക. ചടങ്ങുകൾ തുടങ്ങാൻ നേരായി. പോന്നേരെ ഓപ്പോൾക്ക് കൊള്ളി വെക്കണ ഏട്ടന്റെ മകൻ ഹരീഷ്ണ, മനസ്സിലായോ? അല്ല തമ്പുര, മോനുള്ളപ്പോ പറയണ അങ്ങനെ മനസ്സിലാക്ക. അല്ല, ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഒരു മകന്റെ അവകാശം ഇത്. മകനോ? ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിലോ? വല്യമ്പരാൻ പറയണം, നീലാണ്ടനുള്ളപ്പോ മാറ്റി നിർത്തി കർമ്മം നടത്തണത്. തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല. മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയാ ആ പാവം മരിച്ചത്. അവൻ കൊള്ളി വെച്ച് അശുദ്ധമാക്കിയ അതിന് പരലോകത്തും മോശം കിട്ടില്ല. വരേ വരൂ. ഉള്ളിലെ തീ അണയുന്നില്ലല്ലോ വാര്യരെ. നീറ് നീറി നീറി ദഹിക്കുക. വയ്യ. പച്ചയ്ക്ക് കത്തുന്ന മനസ്സും ശരീരവുമായി വയ്യ. എന്തു പറഞ്ഞാലും ആശ്വാസം കിട്ടില്ല മനസ്സിന്. സഹിക്കുക, മറക്കാൻ ശ്രമിക്കുക. ഇല്ല വാര്യരെ, സത്യം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ. അതിനൊരാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. എഴുത്തച്ഛന്. എനിക്ക് കാണണം, ഇപ്പോ, ഈ രാത്രിയില്. അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട്. പക്ഷേ എന്റെ ധർമ്മം കൊല്ലങ്ങളായി കോലത്തെ ഉപ്പും ചോറും തിന്നണം. കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വെക്കുക. എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണടിഞ്ഞോട്ടെ. എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്ന് കുഞ്ഞു മനസ്സിലായിക്കൊള്ളൂ, എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. കാരണവന്മാരുടെ പിടിവാശിയും മത്സരവും അതുകൊണ്ട് നടക്കാതെ പോയി. ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത്? അദ്ദേഹം പോയിടത്തേക്ക് കുറെ വൈകി. ഇപ്പൊ അമ്മയും പോയി. പ്രാർത്ഥിക്കുക ആത്മശാന്തിക്ക് വേണ്ടി. ഒരിക്കലും വെറുക്കരുത്. ആഗ്രഹിക്കാണ്ട് കിട്ടിയ കുഞ്ഞായിട്ട് അമ്മ കണ്ടിരണമെന്നുള്ള വിചാരം വേണ്ട. പുണ്യായിട്ട് തന്നെ കരുതിയിട്ടുള്ളൂ. ഇതല്ലേ മംഗലശ്ശേരി വീട്? അതെ. ആരാ? ഞാൻ മദ്രാസിൽ നിന്ന് വരിക. എന്ത് വേണം? നിങ്ങളൊന്നും വേണ്ട, അപ്പും അമ്മയൊന്ന് വിളിക്കൂ. വരേ. അയാളാരാ? എനിക്ക് അപ്പും അമ്മയെ മാമ്പറ്റ അപ്പുക്കുട്ടി നായർ മൂപ്പരയാണുണ്ടത്. ആരാത്? ഒരു പിടിയില്ല. അപ്പുമാഷെ കാണാനെന്ന് തോന്നുന്നു. എവിടെന്നാ? മദ്രാസ്നാ. എന്റെ അമ്മയുടെ അണ്ണാത അപ്പുമാഷ്. ഓ, മരിച്ചുപോയ കുട്ടിമാളുവിന്റെ മോൻ. പണ്ട് മദ്രാസിലേക്ക് നീ നാട് വിട്ട്? നാട് വിട്ടതല്ല, നാട്ടിൽ നിന്ന് കുറച്ചുകാലം മാറിയുന്നതാ. നീ അങ്ങ് ചീർത്തല്ലോ. ഞാൻ കാണുന്ന കാലത്ത് നീ കോല് പോലെ ഇരുന്നതല്ലേ. ചെല്ല്, ആ പത്തായപ്പുരയിലാ മാഷ് താമസം. മറന്നിട്ടില്ല അപ്പുമാമേ, അച്ഛനൊന്നും മറന്നിട്ടില്ല. ഒരു ടീക്കടയിൽ ജോലിക്ക് നിന്ന് തുടങ്ങിയതാ. ഇപ്പോ ഹോട്ടൽ 4 കൂടാതെ ഒരു ലോഡ്ജും ഒരു ബ്രാൻഡിക്കടയും. എന്തായാലും താൻ കേമനായല്ലോ, അത് മതിയടോ. നെല്ലിപ്പോയിലെ തറവാട് ചാത്തുക്കുട്ടി മാമയുടെ മോളുടെ ഞാൻ മേടിച്ചു.
അതിന്റെ കാര്യങ്ങൾ വ്യവസ്ഥയാക്കിട്ടാ ഞാൻ പറഞ്ഞത്. ആ ഇത് ഭാനു അല്ലേ? പിന്നല്ലാതെ. ശാരദ അങ്ങ് പെരിയ പൊണ്ണാച്ചേ. ഭാനുവിന്റെ നൃത്തവും പാട്ടൊക്കെ ഇപ്പോഴും ഉണ്ടോ? പാട്ടില്ല, നൃത്തം. അമ്മണി അമ്മായിയുടെ മുറിച്ച മുറി. അപ്പോ നെല്ലിപ്പോയിലെ വീട്ടിൽ താൻ താമസമാക്കാൻ പോവാ? എങ്ങനെ പറ്റും? മദ്രാസിൽ ഇക്കൊണ്ട് ബിസിനസ് ഒക്കെ നിർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയെ. ഭാനു നിൽക്കൂ. ഇനി പറയാൻ പോണ കാര്യങ്ങള് ഭാനു കൂടി കേൾക്കണം. നെല്ലിപ്പോയിലെ വീട്ടില് ആരെങ്കിലും താമസിച്ചേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുമാവും കുട്ടികളും കൂടി അങ്ങോട്ട് മാറൂ. അന്യരുടെ പത്തായപ്പുറയില് ഇത് എത്ര നാളെന്ന് വെച്ചിട്ടാ കഴിയാ? അപ്പുമാമയ്ക്ക് വെറുതെ ഇരിക്കാണ്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താലോ. എന്തേ? എന്താ ഭാനു ആരും ഒന്നും മിണ്ടാത്തെ? എന്നെ അന്യനായിട്ട് കാണാ? ഏയ് അങ്ങനെ പറയല്ലേ അച്യുതാ. കുട്ടിമാളും എന്റെ സ്വന്തം പെങ്ങളല്ലേ. ആ പെങ്ങളുടെ സ്വന്തം മകനല്ലേ വിളിക്കുന്നേ. എന്താ ഭാനു? എന്നാൽ ഞങ്ങൾ ഇറങ്ങായി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ മടിക്കരുത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അതിന്റെ ആവശ്യമില്ല മിസ്റ്റർ. ഇനി ഇവർക്ക് ഞാനുണ്ട്. പക്ഷേ സെഞ്ച ഉദവികൾക്ക് നന്ദിയുണ്ട്. ആ മദ്രാസിൽ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യൂ. സെയ്താപ്പേട്ടിൽ നായരുടെ ഹോട്ടൽ ആരോട് വെച്ചാലും മതി. എന്നാ വൈകണ്ട മാഷേ. വരേ. പോയി വരൂ. ചെല്ലും മോളെ. ഞാൻ ആലോചിക്കുക ഓരോ മാറ്റങ്ങള്. നീലൻ സർക്കിട്ടും നായാട്ടും നിർത്തിയപ്പോ ഒരുത്തനെയും ഇങ്ങോട്ട് കാണാനില്ലാന്നായി. ഇനി കൂടെ നിന്നിട്ട് കാര്യമില്ലാന്ന് അവറ്റയ്ക്കൊക്കെ ബോധ്യായി. ഇപ്പൊ അപ്പുമാഷും കുട്ടികളും കൂടി പോയപ്പോ എന്തോ നമ്മൾ രണ്ടുപേരും തീരെ ഒറ്റയ്ക്കാണെന്ന് ബോധ്യാവുക. പണ്ടേ അറിയണമായിരുന്നു അത്. ഞാൻ CS എഴുതുകയായിരുന്നു ഡൽഹിയിലുള്ള. വരേ. കുറച്ചു ദിവസമായിട്ട് ഞാൻ ചിന്തിക്കുക, നമുക്കൊരു യാത്ര പോവാം. നല്ല കാര്യം. ഒന്ന് മാറി നിൽക്കണത് നല്ലതാ. എങ്ങടാ ഉദ്ദേശം? ഹരിദ്വാർ, ഋഷികേശ്, കേദാരം, ബദരി. എന്താ? ഡൽഹി ചെന്നിട്ട് CS പ്രോഗ്രാം പോലെ ഫ്രീ ആണെങ്കിൽ അയാളെ കൂട്ടാം. എന്നാൽ അതിനുള്ള ഏർപ്പാടുകൾ ഉടനെ നോക്കിക്കോളൂ. ഉടനെ പറഞ്ഞ ഇവിടത്തെ കാര്യങ്ങളൊന്ന് വ്യവസ്ഥയാക്കാണ്ട് എനിക്ക് വരാൻ കഴിയുമോ? ഇവിടുത്തെ കാര്യങ്ങള് വീട് പൂട്ടി താക്കോല് കുഞ്ഞമ്പ് നാരയിപ്പിക്കുന്നു. എന്നിട്ട് നാളെ തന്നെ വിടുക. അല്ല, നീലന്റെ ഏർപ്പാടെന്ന് പറയുമ്പോ രണ്ടും കൽപ്പിച്ചായിരിക്കുമല്ലോ. അതിനാടോ ത്രില്ല്. മുൻകൂട്ടി നിശ്ചയിക്കാത്ത യാത്ര. കാശിയിൽ നിന്ന് തുടങ്ങാം. പിന്നിട്ട വഴികൾ, അഴുക്ക് ചാലുകൾ, ചെയ്തു പോയ തെറ്റുകൾ, ഭൂതകാലത്തിന് മുഴുവൻ വെളിയിട്ട് പ്രായച്ചിത്തം നടത്തിയ ഒരു യാത്ര. നീലകണ്ഠൻ? അതെ, കയറിയിരിക്കാം. വേണ്ട, ഞാൻ പണിക്കർ, ഡൽഹിയിലാണ്. അടുത്തടുത്ത് വന്നായിരുന്നു. തിരിച്ചു പോകും മുമ്പ് നിങ്ങളെ കാണുന്ന ഒരു അത്യാവശ്യമാണെന്ന് തോന്നി. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എന്നെ മനസ്സിലായില്ലെങ്കിലും മൈലുകൾക്കപ്പുറത്തുനിന്ന് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഒരാളിനെ കാണാനാണ്. ഭാനുമതി അറിയാമായിരിക്കുമല്ലേ? അപ്പുമാഷയുടെ മോള്. ഇന്ന് അവൾ നിങ്ങൾക്ക് അപ്പുമാഷയുടെ മോള് മാത്രമാണ്. നാളെ നിങ്ങൾ അറിയപ്പെടേണ്ടത് ആ കുട്ടിയുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്കാവും. മിടുക്കയാണ്. ഞാൻ നൃത്തം കണ്ടു. കണ്ടു എന്നല്ല, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി നൃത്തം ചെയ്യിച്ചു. എന്നിട്ട് അവളുടെ ചിലങ്ക കഴിപ്പിച്ചു. വീരനൃത്യം അല്ലേ? ഹേ മിസ്റ്റർ, നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഈഗോ പ്രോബ്ലത്തിൽ വരദാനം പോലെ കിട്ടിയ ഒരു സർഗാത്മക സിദ്ധി ഭാനുമതി ഉപേക്ഷിച്ചിരിക്കുക. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ മുഖഛായ മാറ്റാൻ പോകുന്ന ടാലൻസിന്റെ ഉടമയാണ് ആ കുട്ടി. എല്ലാം തുലച്ചു. നിങ്ങളെപ്പോലൊരു ഫ്യൂഡൽ തെമ്മാടിയുമായി ഉണ്ടായ ഒരു ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങൾക്ക് അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാം. എന്നിട്ടെങ്കിലും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു സൽക്കർമ്മമായിരിക്കും, വലിയ പുണ്യം. ഇത്രയെങ്കിലും നിങ്ങളെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ
തിരിച്ചു പോകുമ്പോൾ എനിക്ക് മനസമാധാനം കിട്ടില്ല. ഞാൻ ഇറങ്ങും. ഇത് അപേക്ഷയാണ്. ദുരഭിമാനം മാറ്റിവെച്ച് കഴിയാവുന്നത് അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യണം. എന്താ അയാൾ ഉപയോഗിച്ച പ്രയോഗം? ഫ്യൂഡൽ തെമ്മാടി. കൊള്ളാം. അച്ഛനില്ലേ? ഇല്ല, കയറിയിരിക്കൂ. ഭാനുച്ചി, ഭാനുച്ചി, മംഗലശ്ശേരിയിൽ നീലാണ്ടലും ഭാര്യരും വന്നിരിക്കണു. ആ, അച്ഛൻ എപ്പോ വരും കുട്ടി? എത്താറാവുന്നതേ ഉള്ളൂ. കുടിക്കാൻ എന്താ? ചായ വേണം. അത് അനിയത്തിയോട് എടുക്കാൻ പറയാ. എന്നിട്ട് താൻ അവിടെ നിൽക്ക. വന്നത് മാഷിനെ കാണാനല്ല, ഇയാളെ കാണാനാ. ആ മൂപ്പരുണ്ടല്ലോ, ഡൽഹിയിലുള്ള പണിക്കർ. അദ്ദേഹത്തെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രവിശങ്കറിന്റെ ഏട്ടൻ ഉദയശങ്കറിന്റെ ബാലെ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ? അതെ. ആ, അപ്പോ തെറ്റിയിട്ടില്ലേ? ഒന്ന് ശരിക്ക് സൽക്കരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കയറുക എന്ന് പറഞ്ഞാ ഇതൊരു സംഭവമല്ലേ? പക്ഷെ എന്താ ചെയ്യാ, വന്ന് കയറി മുഖത്തടിച്ച പോലെ എന്നെ കുറെ ശകാരിച്ചിട്ടങ്ങ് പോയി. ഇയാള് വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആളാണ്, ഏതോ ഹൈറ്റ്സിലൊക്കെ എത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരുത്തം കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്നറിഞ്ഞതിലുള്ള ദേഷ്യമായിരുന്നു മൂപ്പർക്ക്. എന്നോട് തന്നെ വന്ന് കാണണമെന്നും വേണച്ച കാല് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. പരിഹസിക്കരുതെന്ന് പറയൂ വാര്യമ്മാവ. പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുമായിരുന്നോ? കാര്യമായിട്ട് തന്നെ. ആ ചിലങ്ക കെട്ടിക്കൂടെ? കേട്ടോ, പക്ഷേ നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ. എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട്. ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ ഞാൻ. വാര്യരെ, അതൊരു ഉറച്ച മനസ്സിൽ നിന്നുള്ള മറുപടിയാ. അത്രയും വേണ്ടിയിരുന്നില്ല ഭാനുവച്ചി. വേണം മോളെ. എന്റെ കണ്ണീന്നൊഴുക്കിയ ചോരയ്ക്ക് ദൈവം കൊണ്ട് മുന്നിൽ നിർത്തിയതാ. എന്നാലും ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ലാത്ത ആളാ. ഇവിടെ കയറി വന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറയുന്നതിന് തുല്യല്ലേ ഇത്? അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് താഴ്ന്നു കൊടുക്കായിരുന്നു. ഒന്ന് നോവിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടിപ്പോയെങ്കിൽ ഞാൻ ക്ഷമ പറയാം. അത് വേണം. അഹങ്കാരി എന്നൊരു പേര് എന്റെ ചേച്ചിക്കുണ്ടാവരുത്. പോയി. മിടുക്കിയ അല്ലേ വാര്യരെ? മനസ്സുറപ്പ്. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ്. ഇത്രയും നാൾ കണ്ടതെല്ലാം ശവങ്ങളായിരുന്നു. തനിക്കറിയോ വാര്യരെ, അവളുടെ ശാപം അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റിയടിച്ചത്. ഒന്നിന് പുറകെ മറ്റൊന്നായി എന്തെല്ലാം. തീർന്നിട്ടില്ല. ഇപ്പോഴും അതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു. ഏത് ഗംഗയിൽ മുങ്ങണം, ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായശ്ചിത്തം ചെയ്യണം അറിയില്ല. രഥം താണല്ലോടോ, ഒന്നിറങ്ങി കൈവയ്ക്കേ. എന്റെ ഈശ്വര, ഇതൊന്നും ആവണില്ല. ആരാത്? ഞാനാ, മുണ്ടക്കൽ ശേഖരൻ. കുറെ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്കം ഉളയ്ക്കുന്നത്.
വാര്യരെ ജീപ്പിൽ കയറിയിരുന്നുള്ളൂ. നീല